വെൽക്കം അഗൈൻ ടു ഇംഗ്ലീഷ് വാവ്. കുമ്പളങ്ങി നൈറ്റ് ഇസ് എ ഫാബുലസ് ഫിലിം. മലയാളത്തിലെ അടിപൊളി സിനിമകളിലൊന്നാണ് കുമ്പളങ്ങി നൈറ്റ്സ് എന്നുള്ളത്. അപ്പോൾ കുമ്പളങ്ങി നൈറ്റ്സ് എന്ന് പറയുന്ന സിനിമയിലെ ഒരു രംഗത്തെ നമ്മളൊന്ന് സ്ക്രൂട്ടനൈസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ചെറിയൊരു രംഗത്തെ ആ രംഗത്തിലൂടെ നമുക്ക് കടന്നു പോകാം. എന്നിട്ട് അതിൽ ഉപയോഗിച്ചിരിക്കുന്ന മലയാളത്തിൻ്റെ അതിൻ്റെ ഇംഗ്ലീഷ് എന്താ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുവഴി നമുക്ക് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന കമ്മ്യൂണിക്കേഷനിൽ ഉപയോഗിക്കുന്ന കുറേ നല്ല യൂസേജുകൾ പഠിക്കാം. ആദ്യം നമുക്ക് ആ ചെറിയ സീനൊന്ന് കാണാം. ഹിയർ കംസ് ദ സീൻ. ചേച്ചു, ഞാൻ അന്ന് ബോബിയുടെ കാര്യം പറഞ്ഞല്ലായിരുന്നോ? ഞങ്ങള് സീരിയസ് ആയാലും ഇങ്ങനെ ആലോചിക്കണം. കെട്ടാനാ? ചേച്ചു ചേച്ചു എന്ന് നമ്മൾ സാധാരണ വിളിക്കാറില്ല. ചേച്ചു എന്ന് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്തോ ഒരു കാര്യം സാധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സോപ്പിടൽ വിളിയാണ്. എനിവേ, ചേച്ചു ഈസ് വാട്ട്? ദാറ്റ് ഈസ് ചേച്ചി, സിസ്റ്റർ. സിസ്റ്റർ. ഞാൻ അന്ന് ബോബിയുടെ കാര്യം പറഞ്ഞല്ലായിരുന്നോ? ഞാനത് ബോബിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ബോബി എന്ന് പറഞ്ഞ ആളുടെ കാര്യം മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, റിമെമ്പർ ബോബി മൈ ലവർ, അല്ലെങ്കിൽ മൈ ക്രഷ്. ക്രഷ് എന്നുള്ള വേർഡ് ഉപയോഗിക്കാറുണ്ട്. റിമെമ്പർ ബോബി മൈ ക്രഷ്. ഞങ്ങള് സീരിയസ് ആയാലും ഇങ്ങനെ ആലോചിക്കണം. ഞങ്ങളിങ്ങനെ സീരിയസ് ആയാലോ എന്നിങ്ങനെ ആലോചിക്കുകയാണ്. അതായത് ഇവർ തമ്മിലുള്ള അഫെയർ ഇങ്ങനെ സീരിയസ് ആക്കിയാലോ എന്ന് അവർ ആലോചിക്കുകയാണ്. അപ്പോൾ അവരിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? വി ആർ പ്ലാനിങ് ടു ബി സീരിയസ്. വി ആർ പ്ലാനിങ് ടു ബി സീരിയസ്. അതായത് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. സോ വി ആർ പ്ലാനിങ് ടു ബി സീരിയസ്. ടു ബി സീരിയസ് എന്ന് പറഞ്ഞാൽ, ടു ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവുക എന്നുള്ള അർത്ഥത്തിലാണ്. സോ ടു ബി എന്താവുക? സീരിയസ്. സോ വി ആർ പ്ലാനിങ് ടു ബി സീരിയസ്. കെട്ടാനാ? കെട്ടാനോ? കെട്ടാനോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിക്കാനാണോ എന്നാണ്. അപ്പോൾ കെട്ടാനോ എന്നുള്ള ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന ഒരു ഇൻഫോർമൽ ഫ്രേസ് ഉണ്ട്. ആ ഫ്രേസ് ഇങ്ങനെയാണ്: ടു ടൈ ദ നോട്ട്. ടു ടൈ ദ നോട്ട് ഇൻഫോർമലായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫ്രേസാണ് കേട്ടോ. ടു ടൈ ദ നോട്ട്. ടൈ ദ നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിക്കാനാണോ, അതായത് നമ്മൾ ഗെറ്റ് മാരീഡ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ കെട്ടാനാണോ എന്ന് ചോദിക്കുന്നത്. ടു ടൈ ദ നോട്ട്. അപ്പോൾ അത് പാസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ടൈഡ് ദ നോട്ട് എന്നൊക്കെ നമുക്ക് പറയാം. ടു ടൈ ദ നോട്ട്. അല്ല, അവൻ വീട്ടിൽ പറഞ്ഞു. അല്ല, അവൻ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അവൻ ഈ കാര്യം നേരത്തെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയണത്. ഹി ഹാസ് ഓൾറെഡി ടോൾഡ് ഹിസ് ഫാമിലി. ഹി ഹാസ് ഓൾറെഡി ടോൾഡ് ഹിസ് ഫാമിലി. നേരത്തെ വീട്ടിൽ പറഞ്ഞിട്ടുള്ളതാണ്. സോ ഹി ഹാസ് ഓൾറെഡി ടോൾഡ് ഹിസ് ഫാമിലി. ടോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെൽ എന്ന് പറയുന്ന വേർബിൻ്റെ തേർഡ് ഫോമാണ്. സോ ഹി ഹാസ് ഓൾറെഡി ടോൾഡ് ഹിസ് ഫാമിലി. അവൻ നേരത്തെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അല്ല, അവൻ വീട്ടിൽ പറഞ്ഞു. ക്രിസ്ത്യാനി അല്ലേടി അവൻ? ക്രിസ്ത്യാനി അല്ലേടി അവൻ? ക്രിസ്ത്യാനി അല്ലേ എന്നാണ് ചോദിക്കുന്നത്. അല്ലേ, അല്ലേ എന്നോ അല്ലെങ്കിൽ ആണോ എന്നൊക്കെ. ഇപ്പോൾ അവൻ ക്രിസ്ത്യാനി അല്ലേ എന്നാണ്. അപ്പോൾ ഈസിൻഡ് ഹി എ ക്രിസ്ത്യൻ? ഈസിൻഡ് ഹി എ ക്രിസ്ത്യൻ? അല്ലെങ്കിൽ അവൻ ക്രിസ്ത്യാനി ആണോ എന്നാണെന്നുണ്ടെങ്കിൽ ഈസ് ഹി എ ക്രിസ്ത്യൻ. ഇവിടെ അല്ലേ എന്നാണ്. അപ്പോൾ എങ്ങനെ ചോദിക്കുക? ഈസിൻഡ് ഹി ക്രിസ്ത്യൻ? ക്രിസ്ത്യാനി അല്ലേടി അവൻ? യേശു നമുക്കറിയാത്ത ആളൊന്നുമല്ലല്ലോ. അതിനിപ്പെന്താ? യേശു നമുക്ക് അറിയാത്ത ആളൊന്നുമല്ലല്ലോ. യേശു നമുക്ക് അറിയാത്ത ആളൊന്നുമല്ലല്ലോ. അതെങ്ങനെയാണ് നമ്മൾ പറയാം? ഒരാൾ അറിയാത്തത് എന്നുള്ളതിനെ നമുക്ക് സ്ട്രേഞ്ചർ എന്ന് പറയാം, അല്ലേ? അപ്പോൾ ഇതെങ്ങനെ പറയാം? ജീസസ് ഈസ് നോ സ്ട്രേഞ്ചർ ടു അസ്. അതായത് ജീസസ്, യേശു നമുക്ക് അറിയാത്ത ആളൊന്നുമല്ല. ജീസസ് ഈസ് നോ സ്ട്രേഞ്ചർ ടു അസ്. യേശു നമുക്ക് അറിയാത്ത ആളൊന്നുമല്ലല്ലോ. ജീസസ് ഈസ് നോ സ്ട്രേഞ്ചർ ടു അസ്. ജീസസ് ഈസ് നോ സ്ട്രേഞ്ചർ ടു അസ്. എൻ്റെ പൊന്നു നീനുമോളെ. ഇവിടെ എൻ്റെ പൊന്നു നീനുമോളെ എന്ന് ചോദിക്കുന്നത് നീ ഇത്ര മണ്ടിയാണല്ലോ എന്നൊക്കെയുള്ള അർത്ഥത്തിൽ നമ്മൾ പറയില്ലേ, അല്ലെങ്കിൽ നീ ഇത്ര സില്ലി ആണല്ലോ. അപ്പോൾ അത് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ പറയാം: ഹൗ സില്ലി യു ആർ. ഹൗ സില്ലി യു ആർ. എൻ്റെ പൊന്നു നീനുമോളെ, ഹൗ സില്ലി യു ആർ. വിഷമിക്കണോ സന്തോഷിക്കല്ലേ വേണ്ടത്? വിഷമിക്കുകയാണോ സന്തോഷിക്കുകയല്ലേ വേണ്ടത്? വിഷമിക്കുകയാണോ എന്ന് എങ്ങനെ നമ്മൾ ചോദിക്കുക? ആർ യു സാഡ്? ആർ യു സാഡ്? സന്തോഷിക്കുകയാണ് വേണ്ടത്. നിങ്ങൾ സന്തോഷിക്കുകയാണ് വേണ്ടത്. അപ്പോൾ എങ്ങനെ പറയാം? യു ഷുഡ് ബി ഹാപ്പി അബൌട്ട് ഇറ്റ്. യു ഷുഡ് ബി ഹാപ്പി അബൌട്ട് ഇറ്റ്. യു ഷുഡ് ബി, അതായത് നിങ്ങൾ സന്തോഷിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ യു ഷുഡ് ബി ഹാപ്പി അബൌട്ട് ഇറ്റ്. ജോലിയും കൂലിയും വല്ലതും ഉണ്ടോ? അവന് ജോലിയും കൂലിയും വല്ലതും ഉണ്ടോ? ജോലിയും കൂലിയും, അതായത് പണിയുള്ള ആളാണോ എന്നാണ്. അവന് വല്ല ജോലി എന്തെങ്കിലും ഉണ്ടോ എന്നാണ് ചോദ്യം. സോ ഡസ് ഹി ഹാവ് എ ജോബ്? അത് ഇങ്ങനെ ചോദിക്കാം: ഡസ് ഹി ഹാവ് എ ജോബ്. അതായത് ഡസ് നമ്മൾ ഉപയോഗിക്കുന്നത് അവനായതുകൊണ്ടാണ്. അവനുണ്ടോ, എന്തുണ്ടോ, ജോലിയുണ്ടോ, കൂലി നമുക്ക് ഒഴിവാക്കാം. ഡസ് ഹി ഹാവ് എ ജോബ് അങ്ങനെ ചോദിച്ചാൽ മതി. ഡസ് ഹി ഹാവ് എ ജോബ്. അറ്റ് പ്രസന്റ് ഒന്നുമില്ല. അറ്റ് പ്രസൻറ്റ് ഒന്നുമില്ല, ഇപ്പോൾ ഒന്നുമില്ല എന്നാണ് പറയുന്നത്. അറ്റ് പ്രസൻറ്റ് എന്നുള്ളത് ഓൾറെഡി ഇംഗ്ലീഷാണ്. സോ അറ്റ് പ്രസൻറ്റ് ഹി ഡസൻറ്റ്. അറ്റ് പ്രസൻറ്റ് ഹി ഡസൻറ്റ്. ഹി ഡസൻറ്റ് ഹാവ് എ ജോബ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം: അറ്റ് പ്രസൻറ്റ് ഹി ഡസൻറ്റ് ഹാവ് എ ജോബ്. പക്ഷേ ബോബി നല്ലൊരു മനുഷ്യനാണ്. പക്ഷേ മീൻസ് ബട്ട് എന്താണ്? ബോബി നല്ലൊരു മനുഷ്യനാണ്, നല്ലൊരാളാണ്. ആര്? ബോബി. അതെങ്ങനെ പറയാ? ബോബി ഈസ് എ ഗുഡ് ഗായ്.
ബോബി ഇസ് എ ഗുഡ് ഗായ്. നല്ലൊരു മനുഷ്യനാണ്. ബോബി ഇസ് എ ഗുഡ് ഗായ്. എന്നാ ഞാനൊരു സത്യം പറയാം. ഇച്ചിരി ഫ്രീക്കനാണ്, ഇച്ചിരി മണ്ടനാണ്. ആ ചിരി കേട്ടിട്ടാണ്, ആ ചിരി ഒരു കളിയാക്കലാണ്. അപ്പോൾ ആ കളിയാക്കുന്നത് കേട്ട് പറയണം, എന്നാൽ ഞാനൊരു സത്യം പറയാം. അതെങ്ങനെ പറയാം? ലെറ്റ് മീ ടെൽ ദ ട്രൂത്ത്. ഞാൻ പറയാം, ലെറ്റ് മീ ടെൽ ദ ട്രൂത്ത്. ഞാൻ സത്യം പറയാം. നമ്മളൊരു കാര്യം പറയാം അല്ലെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്യാം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു യൂസാണ് ലെറ്റ് മീ. അപ്പോൾ ലെറ്റ് മീ ടെൽ ദ ട്രൂത്ത്, അല്ലെങ്കിൽ ഞാനൊരു രഹസ്യം പറയാം, ലെറ്റ് മീ ടെൽ എ സീക്രറ്റ്, അങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഇച്ചിരി ഫ്രീക്കനാണ്, ഇച്ചിരി മണ്ടനാണ്. അപ്പോൾ ബോബി എന്താണ്? ഇച്ചിരി ഫ്രീക്കനാണ്, ഇച്ചിരി മണ്ടനുമാണ്. അപ്പോൾ എന്താണ്? ഹി ഈസ് സ്ലൈറ്റ്ലി ഫ്രീക്ക്. സ്ലൈറ്റ്ലി ഫ്രീക്ക്, അതായത് കുറച്ച്. ഹി ഈസ് സ്ലൈറ്റ്ലി ഫ്രീക്ക് ആൻഡ് സ്ലൈറ്റ്ലി നൈഫ്. നൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ മണ്ടനായിട്ടുള്ള, അത്ര സീരിയസ് അല്ലാത്ത, വിസ്ഡം കുറവായിട്ടുള്ള ആളുകളെയാണ് നമ്മൾ എന്ത് പറയാം? നൈഫ് എന്ന് പറയാം. സോ ഹി ഈസ് സ്ലൈറ്റ്ലി ഫ്രീക്ക് ആൻഡ് സ്ലൈറ്റ്ലി നൈഫ്. ഇച്ചിരി ഫ്രീക്കനാണ്, ഇച്ചിരി മണ്ടനുമാണ്. ഹി ഈസ് സ്ലൈറ്റ്ലി ഫ്രീക്ക് ആൻഡ് സ്ലൈറ്റ്ലി നൈഫ്. പക്ഷെ ഇത് രണ്ട് ഡാർക്ക് കൊടുത്താൽ മാറുന്നേ ഉള്ളൂ. പക്ഷെ അതൊക്കെ രണ്ട് ഡാർക്ക് കൊടുത്താൽ മാറാവുന്നേ ഉള്ളൂ. എന്നാൽ ഈ ഡാർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡാർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ന്യൂജൻ ഭാഷയാണ്. രണ്ട് ഡാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ മാറാവുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാക്കാൻ അറിയാമെന്നാണ് പറയുന്നത്. സോ അതായത് അവൾ പറയുന്നത് അവൾക്കത് ശരിയാക്കി എടുക്കാൻ അറിയാമെന്നാണ്. അപ്പോൾ എങ്ങനെയത് പറയാം? ഐ നോ ഹൗ ടു ബ്രിങ് ഹിം ഓൺ ട്രാക്ക്. അതായത് ഒരു കാര്യം ചെയ്യാൻ ഒരാൾക്ക് അറിയാമെന്ന് പറയില്ല. സോ ഐ നോ ഹൗ ടു ബ്രിങ് ഹിം ഓൺ ട്രാക്ക്, അതായത് അവനെ ശരിയാക്കേണ്ടത് എങ്ങനെയെന്നുള്ള കാര്യം എനിക്കറിയാം. നോ ഹൗ ടു, അതായത് ഒരു കാര്യം ചെയ്യാൻ ഒരാൾക്ക് അറിയാം എന്ന് നമ്മൾ ഈ നോ ഹൗ ടു എന്നുള്ളത് വെച്ചിട്ട് പറയാറുണ്ട്. അങ്ങോട്ട് എങ്ങനെ പോകണം എന്ന് എനിക്കറിയാം, ഐ നോ ഹൗ ടു ഗോ ദെയർ, അല്ലെങ്കിൽ ഐ നോ ഹൗ ടു ഡ്രൈവ്. അതുപോലെ ഇവനെ എങ്ങനെ ശരിയാക്കണം എന്ന് എനിക്കറിയാം, അല്ലെങ്കിൽ അവനെ എങ്ങനെ ശരിയാക്കണം എന്ന് എനിക്കറിയാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഐ നോ ഹൗ ടു ബ്രിങ് ഹിം ഓൺ ട്രാക്ക്. ചേച്ചി ഒന്ന് ചേട്ടനോട് സംസാരിക്കണം. ചേച്ചി ചേട്ടൻ്റെ അടുത്തുനിന്ന് സംസാരിക്കണം. അതെങ്ങനെ നമ്മൾ പറയാം? യു പ്ലീസ് ഹാവ് എ വേർഡ് വിത്ത് യുവർ ഹസ്ബൻഡ്. പ്ലീസ് ഹാവ് എ വേർഡ്. ഹാവ് എ വേർഡ് എന്ന് പറഞ്ഞാൽ സംസാരിക്കുക എന്നുള്ളതാണ്. ആ കാര്യം ഒന്ന് ഡിസ്കസ് ചെയ്യുക. സോ യു പ്ലീസ് ഹാവ് എ വേർഡ് വിത്ത് യുവർ ഹസ്ബൻഡ്. വാട്ട്? യു പ്ലീസ് ഹാവ് എ വേർഡ് വിത്ത് യുവർ ഹസ്ബൻഡ്. അത് നമുക്ക് എപ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു യൂസാണ് കേട്ടോ. യു പ്ലീസ് ഹാവ് എ വേർഡ് വിത്ത് യുവർ പാരൻസ്, അല്ലെങ്കിൽ യു പ്ലീസ് ഹാവ് എ വേർഡ് വിത്ത് യുവർ ഫ്രണ്ട്, യുവർ ഫാദർ, യുവർ മദർ, അങ്ങനെയൊക്കെ നമുക്ക് പറയാം. യു പ്ലീസ് ഹാവ് എ വേർഡ് വിത്ത് യുവർ ഫാദർ. അതുപോലെ യു പ്ലീസ് ഹാവ് എ വേർഡ് വിത്ത് യുവർ ഹസ്ബൻഡ്. ഹസ്ബൻഡിനോടൊന്ന് സംസാരിക്കണം. അവർ വന്ന് മീറ്റ് ചെയ്തോളൂ. അവർ വന്നിട്ട് മീറ്റ് ചെയ്തോളും. ആര്? ബോബിയും പാർട്ടിയും വന്നിട്ട് ചേട്ടനെ മീറ്റ് ചെയ്തോളും. അതെങ്ങനെ പറയാം? അവർ വന്നിട്ട് മീറ്റ് ചെയ്തോളും. ദേ വുഡ് കം ആൻഡ് മീറ്റ് ഹിം. ദേ വുഡ് കം, അതായത് ഇനി വരാൻ പോകുന്ന കാര്യമാണല്ലോ. സോ ദേ വുഡ് കം ആൻഡ് മീറ്റ് ഹിം. ഹിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹസ്ബൻഡിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. സോ ദേ വുഡ് കം ആൻഡ് മീറ്റ് ഹിം. അമ്മയോട് കാര്യം ഞാൻ പറഞ്ഞോളാം, ഒന്ന് സെറ്റാക്കി തരണം പ്ലീസ്. അമ്മയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. അമ്മനെ മാനേജ് ചെയ്യാൻ എനിക്കറിയാമെന്നാണ് പറയുന്നത്. സോ ഐ ക്യാൻ മാനേജ് മോം. ഐ ക്യാൻ മാനേജ് മോം. ഒന്ന് സെറ്റാക്കി തരണം പ്ലീസ്. ഒന്ന് സെറ്റാക്കി തരൂ പ്ലീസ്. അതായത് എനിക്കൊന്ന് ചെയ്തു തരൂ. അതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയാം? പ്ലീസ് ഡു ഇറ്റ് ഫോർ മീ. പ്ലീസ് ഡു ഇറ്റ് ഫോർ മീ. എന്താണ്? അവിടെ ഒരാൾ എന്താ അതെന്ന്, എന്താ സംഭവിക്കുന്നത്, എന്താ കാര്യം എന്നാണ് ചോദിക്കുന്നത്. വാട്സാപ്പ്, വാട്സാപ്പ്, വാട്സ്ആപ്പ്. ഒന്നുമില്ല, ഒന്നുമില്ല, നത്തിങ്. എന്താണ് സംസാരിച്ചുകൊണ്ടിരുന്നത്? എന്താണ് സംസാരിച്ചുകൊണ്ടിരുന്നത്? നിങ്ങൾ എന്താണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നതെന്നാണ്. എങ്ങനെ ചോദിക്കുക? വാട്ട് വെർ യു ടോക്കിംഗ് അബൌട്ട്. സംസാരിച്ചുകൊണ്ടിരുന്നതാണ് കേട്ടോ. ഇപ്പോഴല്ലോ, പാസ്റ്റിലല്ലേ, വരുന്നതിന് മുമ്പ് നടന്ന കാര്യമാണ്. സോ വാട്ട് വെർ യു ടോക്കിംഗ് അബൌട്ട്. വാട്ട് വെർ യു ടോക്കിംഗ് അബൌട്ട്. എങ്ങനെ പറയാം? വാട്ട് വെർ യു ടോക്കിംഗ് അബൌട്ട്. വാട്ട് വെർ യു ടോക്കിംഗ് അബൌട്ട്. ഒന്നുമില്ല, ചുമ്മാ. ഒന്നുമില്ല, ചുമ്മാ. ഹേയ്, ഇറ്റ്സ് നത്തിങ്. അങ്ങനെ പറയാം. ഇറ്റ്സ് നത്തിങ്. ഒന്നുമില്ല എന്നല്ലേ പറയാം? നത്തിങ്. പറ. പറ. അറിഞ്ഞേ പറ്റൂ. പറ എന്നല്ലേ എന്താ പറയാ? ടെൽ മീ, ടെൽ മീ. ഒന്നുമില്ല, ഇല്ലേട്ടാ, കാര്യമായിട്ടൊന്നുമില്ല. ഇല്ലേട്ടാ, കാര്യമായിട്ടൊന്നുമില്ല. നത്തിങ്, നത്തിങ് വർത്ത് ഇറ്റ്. അതായത് കാര്യമായിട്ടൊന്നുമില്ല എന്നല്ലേ നമ്മളിങ്ങനെ പറയാം. നത്തിങ് വർത്ത് ഇറ്റ്. എന്നാലും 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 എന്ന് പറഞ്ഞാൽ എന്താ? പറ, അല്ലെങ്കിൽ ഓപ്പൺ അപ്പ്, ഓപ്പൺ അപ്പ്. അല്ല, ഇച്ചിരി പേഴ്സണലാണ്. ഇച്ചിരി പേഴ്സണലാണ്. ഇച്ചിരി പേഴ്സണലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് പേഴ്സണൽ. ഇറ്റ് ഈസ് പേഴ്സണൽ. ഇറ്റ്സ് പേഴ്സണൽ. അത് ശരി. എന്ത്? അത് ശരി. അത് ശരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഭീര അഭിനയമാണ് അല്ലേ? അത് ശരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് വാട്ട്, അല്ലെങ്കിൽ ദാറ്റ് മീൻസ് മീനിങ് വാട്ട്, അങ്ങനെ പറയാം. അല്ലെങ്കിൽ ദാറ്റ് മീൻസ് നിങ്ങളുടെ സ്വകാര്യ കാര്യം. ഞങ്ങളുടെ ഒരു സ്വകാര്യ കാര്യം. എങ്ങനെ പറയാം? അവർ ലിറ്റിൽ ടോക്സ്. അവർ ലിറ്റിൽ ടോക്സ്. അതെന്താണെന്ന് ചോദിച്ചത്? അതെന്താണെന്നാണ് ചോദിച്ചത്? അതെന്താണെന്നാണ് ചോദിക്കുന്നത്. ദാറ്റ് ഈസ് വാട്ട് ഐ ആസ്ക്ഡ്.
ദാറ്റ് ഈസ് വാട്ട് ഐ ആസ്ക്ഡ്. അത് തന്നെയാണ് ഞാൻ ചോദിച്ചത്. ദാറ്റ് ഈസ് വാട്ട് ഐ ആസ്ക്ഡ്. ഒന്നുമില്ല. ഒന്നുമില്ല. നത്തിങ് മച്ച്. പറയുന്നേ പറയുന്നേ. വിടുന്നില്ല ആള്. പറയുന്നേ. കമോൺ ഷെയർ ഇറ്റ്. പറയുന്നേ. കമോൺ ഷെയർ ഇറ്റ്. എന്നെ പറ്റിയാണ്. അയ്യോ അല്ലല്ല അല്ലല്ല. എന്നെ പറ്റിയാണോ? അതാണ് ഞാൻ അറിയേണ്ടത്. എന്നെക്കുറിച്ചാണോ സംസാരിക്കണതെന്ന്? എന്നെ പറ്റിയാണോ? എങ്ങനെ ചോദിക്കുക? ഈസ് ഇറ്റ് എബൌട്ട് മീ? ഈസ് ഇറ്റ് എബൌട്ട് മീ? അയ്യോ അല്ലല്ല അല്ലല്ല. അല്ലല്ല അല്ല. നോ നോട്ട് അറ്റ് ഓൾ. നോ നോട്ട് അറ്റ് ഓൾ. ഒരിക്കലും അല്ല എന്ന് പറയില്ലേ? നോ നോട്ട് അറ്റ് ഓൾ. മുറി വന്ന് നീ കുടിക്കണം, എണ്ണ എടുത്ത്. മോർണിംഗ് വന്നേ, എനിക്ക് കുളിക്കണം, എണ്ണ എടുത്തതാ. വന്നേന്നുള്ളതിന് നമ്മൾ വളരെ സിമ്പിളായിട്ട് കമോൺ എന്ന് പറയും. കമോൺ, എനിക്ക് കുളിക്കണം. ലെറ്റ് മീ ഹാവ് എ ഷവർ. ലെറ്റ് മീ ഹാവ് എ ഷവർ. കുളിക്കുക എന്നുള്ളത് നമുക്ക് ഷവർ. സോ ലെറ്റ് മീ ഹാവ് എ ഷവർ. കുറച്ച് എണ്ണ എടുത്തതാ. കുറച്ച് എണ്ണ എടുത്തുക എന്നുള്ളതിന് ഗെറ്റ് മീ സം ഓയിൽ. ഗെറ്റ് മീ സം ഓയിൽ. കമോൺ, ലെറ്റ് മീ ഹാവ് എ ഷവർ. ഗെറ്റ് മീ സം ഓയിൽ. ഒന്നുമില്ല ചേട്ടാ. ബേബിമക്ക് ഒരാളെ ഇഷ്ടമാണ്. അതവൾ എന്നോട് പറയായിരുന്നു. വേറൊന്നുമില്ല. ഒന്നുമില്ല ചേട്ടാ. ബേബി മോൾക്ക് ഒരാൾ ഇഷ്ടമാണ്. അവൾ അതിനോട് പറയായിരുന്നു. അല്ലാതെ ഒന്നുമില്ല. ഒന്നുമില്ല ചേട്ടാ. ഇറ്റ്സ് നത്തിങ്. ഇറ്റ്സ് നത്തിങ്. ബേബിമക്ക് ഒരാളെ ഇഷ്ടമാണ്. അതവൾ എന്നോട് പറയായിരുന്നു. വേറൊന്നുമില്ല. ബേബി മോൾക്ക് ഒരാൾ ഇഷ്ടമാണ്. ബേബി ഈസ് ഹാവിങ് ആൻ അഫെയർ. അഫെയർ നമ്മൾ ഇഷ്ടം, ഒരു കണക്ഷൻ എന്നൊക്കെ പറയാനാണ് അഫെയർ എന്ന് ഉപയോഗിക്കാം. സോ ബേബി ഈസ് ഹാവിങ് ആൻ അഫെയർ. അവൾ അതിനോട് പറയുമായിരുന്നു. ഷീ വാസ് ടെല്ലിങ് ഇറ്റ് ടു മീ. മുമ്പേ ആണ് കേട്ടോ, മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ്. സോ ഷീ വാസ് ടെല്ലിങ് ഇറ്റ് ടു മീ. അല്ലാതെ ഒന്നുമില്ല. നത്തിങ് എൽസ്. നത്തിങ് എൽസ്. അതിനെന്തിനാ നമ്മളിങ്ങനെ പേടിക്കുന്നത്? അതിനെന്തിനാ മോൾ ഇങ്ങനെ പേടിക്കുന്നത്? അതെങ്ങനെ പറയാ? അതിനെന്തിനാ മോളെ ഇങ്ങനെ പേടിക്കുന്നത്? വൈ ഡു യു ഹെസിറ്റേറ്റ് ടു ടെൽ ഇറ്റ് ടു മീ? ഹെസിറ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ശങ്ക, ഭയം എന്നൊക്കെയാണ് നമ്മൾ ഹെസിറ്റേറ്റ് പറയാം. അപ്പോൾ നീ അത് എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത്? വൈ ഡു യു ഹെസിറ്റേറ്റ് ടു ടെൽ ഇറ്റ് ടു മീ? വൈ ഡു യു ഹെസിറ്റേറ്റ് ടു ടെൽ ഇറ്റ് ടു മീ? വൈ ഡു യു ഹെസിറ്റേറ്റ് ടു ടെൽ ഇറ്റ് ടു മീ? അതൊന്നുമില്ല. ഞങ്ങളുടെ അച്ഛൻ മരിച്ചിട്ട് കുറച്ചായില്ലേ. ഞങ്ങൾ അച്ഛൻ മരിച്ചിട്ട് കുറച്ചായില്ലേ? ഞങ്ങൾ അച്ഛൻ മരിച്ചിട്ട് കുറച്ചായില്ലേ? അതെങ്ങനെ പറയാം? വി ലോസ്റ്റ് അവർ ഫാദർ ലോങ് ബാക്ക്. വി ലോസ്റ്റ് അവർ ഫാദർ ലോങ് ബാക്ക്. ചേട്ടനിവിടെ ഓക്കെ അല്ലേ? അമ്മയെ അത് പ്രത്യേകം ചോദിക്കാൻ പറഞ്ഞു. ചേട്ടനിവിടെ ഓക്കെ അല്ലേ? അമ്മ അത് പ്രത്യേകം ചോദിക്കാൻ പറഞ്ഞു. ചേട്ടനിവിടെ ഓക്കെ അല്ലേ? ആർ യു ഓക്കെ ഹിയർ? ആർ യു ഓക്കെ ഹിയർ? അമ്മ അത് പ്രത്യേകം ചോദിക്കാൻ പറഞ്ഞു. അതിന് നല്ലൊരു യൂസേജ് ഉണ്ട്. മോം ഈസ് വെരി പർട്ടിക്കുലർ അബൌട്ട് ഇറ്റ്. മോം ഈസ് വെരി പർട്ടിക്കുലർ അബൌട്ട് ഇറ്റ്. അതായത് അമ്മക്ക് ആ വിഷയത്തിൽ ഭയങ്കര താല്പര്യമാണ്, അങ്ങനെ ചോദിക്കാൻ പറഞ്ഞു എന്നാണ് പറയുന്നത്. സോ മോം ഈസ് വെരി പർട്ടിക്കുലർ അബൌട്ട് ഇറ്റ്. നമ്മൾ ഇങ്ങനെയൊക്കെ പറയാം, ഐ എം വെരി പർട്ടിക്കുലർ അബൌട്ട്. അതായത് ഞാൻ ആ വിഷയത്തിൽ അത്ര താല്പര്യനാണ്, ഇൻട്രസ്റ്റഡ് ആണ്, കൺസേൺഡ് ആണ് എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ്. ഐ എം സോ പർട്ടിക്കുലർ അബൌട്ട് ഇറ്റ്. ഇവിടെ മോം ഈസ് വെരി പർട്ടിക്കുലർ അബൌട്ട് ഇറ്റ്. ആർ യു ഓക്കെ ഹിയർ? മോം ഈസ് വെരി പർട്ടിക്കുലർ അബൌട്ട് ഇറ്റ്. ഓക്കെ അല്ലേ? എല്ലാം ഇങ്ങനെ തുറന്ന് പറഞ്ഞാൽ മതി. ഓക്കെ അല്ലേ? എല്ലാം ഇങ്ങനെ തുറന്ന് പറഞ്ഞാൽ മതി. അതായത് ഓക്കെ അല്ലേ എന്ന് ചോദിക്കുന്നത് ഓക്കെ ആണ് എന്നാണ് അർത്ഥം. സോ ഓക്കെ അല്ലേ? അത് നമുക്ക് ഇങ്ങനെ പറയാം. വൈ ഷുഡിൻറ്റ് ഐ ബി? വൈ ഷുഡിൻറ്റ് ഐ ബി? ദാറ്റ് മീൻസ് ഞാൻ ഓക്കെ ആണ്, ഞാൻ എന്തിനും ഓക്കെ ആകാതിരിക്കണം. വൈ ഷുഡിൻറ്റ് ഐ ബി? എല്ലാം ഇങ്ങനെ തുറന്ന് പറഞ്ഞാൽ മതി. കാര്യങ്ങളൊക്കെ ഇങ്ങനെ തുറന്ന് പറയണം. അതെങ്ങനെ പറയാം? യു ഷുഡ് ഓൾവേസ് ബി ഫ്രാങ്ക് വിത്ത് മീ ലൈക്ക് ദിസ്. യു ഷുഡ് ഓൾവേസ് ബി ഫ്രാങ്ക്. ഫ്രാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുറന്ന് പറയാം. നമ്മൾ കാര്യങ്ങൾ തുറന്ന് പറയുന്നതിനാണ് ഫ്രാങ്ക് എന്ന് പറയാം, മറയില്ലാതെ. സോ യു ഷുഡ് ഓൾവേസ് ബി ഫ്രാങ്ക് വിത്ത് മീ ലൈക്ക് ദിസ്. യു ഷുഡ് ഓൾവേസ് ബി ഫ്രാങ്ക് വിത്ത് മീ ലൈക്ക് ദിസ്. ഏത്? എന്നാൽ എന്തൊരു പേടിയത്. എന്നാൽ എന്തൊരു പേടിയത്? എനിക്ക് ഭയങ്കര പേടിയാണെന്ന് അറിയില്ലേ? ഹൗ സ്കേർഡ് ആർ യു? ഹൗ സ്കേർഡ്. സ്കേർഡ് എന്ന് പറഞ്ഞാൽ പേടി, ഭയം അല്ലേ? ഹൗ സ്കേർഡ് ആർ യു? എന്നാലും എന്തൊരു പേടിയത്? ഹൗ സ്കേർഡ് ആർ യു? എന്തായിരുന്നു അവൻ്റെ പേര്? ബേബിമോളുടെ? ബോബി. എന്തായിരുന്നു അവൻ്റെ പേര്? ബേബി മോളുടെ. എന്തായിരുന്നു അവൻ്റെ പേര്? അതെങ്ങനെ പറയാം? വാട്ട് ഈസ് ഹിസ് നെയിം? ബേബി മോളുടെ, അതായത് ബേബി മോളുടെ ബോയ് ഫ്രണ്ടിൻ്റെ, ഐ മീൻ ബേബി മോൾസ് ബോയ് ഫ്രണ്ട്. വാട്ട് ഈസ് ഹിസ് നെയിം? ബേബി മോൾസ് ബോയ് ഫ്രണ്ട്. That's all for this session. I hope you have found this video interesting ആയിട്ടുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സ്പീക്കിംഗ് മെത്തേഡുകളിലൂടെ, പ്രാക്ടീസുകളിലൂടെ ഇംഗ്ലീഷ് നിങ്ങൾക്ക് സംസാരിക്കാൻ പഠിക്കാം. നമുക്ക് 60 ദിവസത്തെ കോഴ്സ് ഉണ്ട്. ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെയാണ് ക്ലാസ്സുകൾ ഉണ്ടാവുക. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, ഇവിടെ കാണിച്ചിട്ടുള്ള നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. വിൽ സീ ഇൻ അനദർ ക്ലാസ്. ബൈ ബൈ.